നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ആശ്വാസം കൈക്കൊള്ളണമെന്നുണ്ടെങ്കിൽ കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് നിന്നെ സൗഖ്യം തരുവാൻ കഴിയും. ഇന്ന് 10:30 മണിക്കും അവിടെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. ആർക്കെങ്കിലും ആശ്വാസം വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കടന്നു വരുവിന്. അവൻ എന്താണ് പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ഈ ആശ്വാസം കണ്ടെത്തിയവനാ. 24 വർഷങ്ങൾക്ക് മുമ്പ് കഠിനമായിരിക്കുന്ന കടബാധ്യതകളും എന്റെ പാപത്തെ പറ്റിയുള്ള ഭയങ്കരമായിരിക്കുന്ന വേവലാതികളും നാളെ പറ്റിയുള്ള പ്രത്യാശയും നഷ്ടപ്പെട്ട് ഒരു തുണ്ട് കയറില് 2002 ഡിസംബർ 27 സന്ധ്യയ്ക്ക് ഞാൻ തീരുമാനമെടുത്തവന് ഈ ജീവിതത്തിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്റെ ആരാധനാമൂർത്തികൾ ആരും എന്നെ സഹായിച്ചില്ല. എനിക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്തവണ്ണം പ്രിയപ്പെട്ട ഞാൻ ആത്മഹത്യ തെരഞ്ഞെടുത്തിയ സന്ധ്യാസമയത്ത് യേശു ക്രിസ്തുവിന്റെ കരമാണ് എന്നെ രക്ഷിച്ചത്. അവൻ പറഞ്ഞു, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അത്തിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതിനേക്കാളും വലിയൊരു വചനം പറഞ്ഞു, നീ വിലയേറിയവനും മാന്യനുമായിരിക്കാൻ ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെയാണ്. പ്രിയപ്പെട്ട ഞാൻ ദൈവത്തിനുള്ളവനാണെന്നുള്ള ബോധ്യം വരികയും ദൈവം എന്റെ പിതാവും ദൈവം എന്റെ സഹായകനുമാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടായ നാളിൽ എന്റെ മങ്ങിപ്പോയ കണ്ണുകൾ തെളിഞ്ഞു വന്നതാണ്.